പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ മരണപ്പെട്ട് കഴിഞ്ഞപ്പം മരണപ്പെട്ടിട്ടുള്ള കല്ലറ മരണപ്പെട്ട പള്ളിയിൽ നിന്നാണ് ആ വ്യക്തിക്കുള്ള കല്ലറ, അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 4 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കടയിൽ പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നു എന്നും കേൾക്കുന്നുണ്ട്, വന്നിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ഫോട്ടോ അതിനുശേഷം പുറത്തൊന്നും പോയില്ല. അത് വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വാർത്തയാക്കി. അതൊരു വല്ലാത്തൊരു ദുരൂഹതയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത, അതങ്ങനെ അവിടെ വന്നു. അതിലാണ് സംശയം തോന്നിയതും ഇങ്ങനെയൊരു വാർത്തയാക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. അത് അറിഞ്ഞവർ അത് ഒതുക്കി വെക്കുകയാണ് ചെയ്തത്. ആരും പുറത്ത് പറഞ്ഞില്ല. അല്ലാതെ സ്വകാര്യമായിട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആരും അത് പുറത്താക്കാൻ തയ്യാറില്ലായിരുന്നു. ഞാൻ മാത്രമേ അത് വാർത്തയാക്കിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നടക്കുന്ന സംഭവങ്ങളും. ഇപ്പം പള്ളിയിൽ പോലീസടക്കം ഒത്തിരി ആൾക്കാരുണ്ടെന്ന് അറിയുന്നു. ഞാൻ പോയില്ല. ഇടവക്കാരോട് പിന്നെ വികാരച്ചൻ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ മരിച്ചിട്ടുള്ള എല്ലാ കുടുംബക്കാരെയും വിളിച്ചിട്ട് ആരൊക്കെയാണ് മരിച്ചിട്ടുള്ള, ഏത് കുഴിയിലാണ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിനകത്ത് 2 ബോഡിയുടെ ലക്ഷണമാണ് കാണുന്നത്. അവിടെയാണ് ആകെ ഒരു ദുരൂഹത തോന്നുന്നത്. 2 ബോഡി, ഒന്ന് പായ്ക്കകത്ത് പൊതിഞ്ഞതും ഒന്നല്ലാത്തതും. ഈ പായ്ക്കകത്ത് പൊതിഞ്ഞ ബോഡി അങ്ങനെ വന്നു എന്നുള്ളതാണ് സംശയം. അത് വല്ലാത്തൊരു ദുരൂഹത തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ആയില്ല, അത് പോലീസാണ് സ്ഥിരീകരിക്കുന്നത്, നമ്മളല്ല. നമുക്കതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിൽ പായ്ക്കകത്ത് കിട്ടിയ ഒരു കല്ലറ മറ്റൊരു വസ്തു വരേണ്ട വിഷയമില്ലല്ലോ. പള്ളിവികാരി നിലവിൽ ഇവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ ഇന്നലെ കണ്ട വന്നത്, ഇന്നലെ വൈകിട്ട് കണ്ട വന്നേ, ഇവിടെ ഇല്ലായിരുന്നു. സാധ്യതയെപ്പറ്റി അവർക്ക് അറിയത്തില്ല. അവർ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഓരോ ഇടവകയിലും 3 വർഷത്തിൽ കൂടുതൽ ഒരു വികാരി സാധാരണ ഇരിക്കാറില്ല. അന്നേരം ഇത് മാറി പോകുന്നതാണല്ലോ. അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന ആർക്കും പഴയ ചരിത്രത്തെപ്പറ്റി നിശ്ചയം ഉണ്ടാവുകയില്ല. ഈ കല്ലറയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അതായത് 2003-4 കണ്ടാണ് ആ ഇടവക തുടങ്ങുന്നത്. പള്ളി പണിത് കൊടുത്ത് തന്നെ കല്ലറ പണിതിരുന്നതാണ്. അത് പള്ളിമുറിയുടെ അടിയിലായിരുന്നു. അടിയിലത്തെ നില ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള നിലക്കാണ്, അവിടെയാണ് കല്ലറ പണിതിരുന്നത്. അവിടെയാണ് ഈ സംഭവം ഉള്ളത്. അതായത് 60-70 ഇടയ്ക്കുള്ള കല്ലറേ ഉള്ളൂ. ഒരു ഇടപെട്ടില്ലായിരുന്നു. അത് ശരിയാണ്, എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ്. ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ ഇടപെടുന്നുണ്ടെന്നാണ് അറിയുന്നത്. അന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പം അന്ന് ഇത് ബന്ധപ്പെട്ട വ്യക്തികൾ പോലീസിനെ അറിയിച്ചിരുന്നു. അന്ന് പോലീസ് വന്ന് നോക്കിയിട്ട് വികാരി അച്ഛൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അച്ഛൻ മരട്ടെ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യയിൽ എന്തോ ഒരു പ്രോഗ്രാമിന് പോയിക്കുമായിരുന്നു. ഇതിപ്പോൾ ഈ അധികൃതരറിയാതെ ഈ പറയുന്ന രൂപത്തിൽ മറ്റൊരു ബോഡിയാണ് വരുന്നതെങ്കിൽ അധികൃതരറിയാതെ ഇതിനകത്ത് വരികയല്ലോ. പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും, അത്ര ബന്ധപ്പെട്ട ആരെങ്കിലും ഇല്ലാതെ ഒരു കാരണവശാലും വരികയില്ല. ഒരു സംഭവം അവിടെ ഉണ്ടാകില്ല. ഉണ്ട്, എനിക്കുണ്ട്, എന്നെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവമായിട്ട് ഇതൊരു വാർത്തയാക്കാൻ ശ്രമിച്ചത്. സാധാരണഗതിയിൽ ഒരു ശവടക്ക കല്ലറയിൽ അടക്കുമ്പോൾ അതിന് ചില ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായി മൂടുന്നു. അതിനുശേഷം എങ്ങനെയാണ്? അല്ല, ഇപ്പോഴത്തെ പുതിയ അല്ല, 2 ആൾ ഒന്നിച്ചു വരില്ല. അഥവാ അങ്ങനെ വന്നാൽ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 60-70 ഇടയ്ക്കുള്ള കല്ലറേ ഉള്ളൂ. ഒരു റൗണ്ട് ഫുള്ളായിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും 1 തുടങ്ങുവാണ്. കുടുംബക്കല്ലറയല്ല, പൊതുക്കല്ലറാണ്. 1 തുടങ്ങുവാണ്. അങ്ങനെ 1 തുടങ്ങി എനിക്ക് 35-40 ഒക്കെ ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ 2ാമത്തെ കല്ലറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ കല്ലറ പൊളിക്കുമ്പോൾ അതിനകത്ത് മറ്റേ പഴയ ബോഡിയുടെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നുകിൽ ചവിട്ടിയിരുത്തി ലെവലാക്കി അതിൻ്റെ മുകളിൽ ഇച്ചിരി മണലോ അല്ലെങ്കിൽ മറ്റേ അറക്കപ്പൊടി എന്തെങ്കിലും ഇട്ട് ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് 2ാമത്തെ ബോഡി വെക്കുക. ഒരു കാരണവശാലും മറ്റു 2 ബോഡി ഒരിക്കലും ഇന്ന് വരെ നമ്മുടെ ചരിത്രത്തിൽ എവിടെയില്ല ഉണ്ടാകണം. അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. പോലീസ് അടക്കം ഉണ്ടാകാൻ വഴിയില്ലല്ലോ. ഒരിക്കലും ഒരു എന്താണെങ്കിലും പായൽ പൊതിഞ്ഞൊരു ബോഡി നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു കല്ലറയിലും ഉണ്ടാകില്ല.
അത് തെക്ക് മുതൽ ഈ തെക്ക് മുതൽ കല്ലറയിൽ- ഈ കല്ലറയിൽ ഇതുവരെ എത്ര തെക്ക് ബോഡി സംസ്കരിച്ചിട്ടുണ്ടെന്ന് അറിയോ? അതെനിക്ക് വന്ന ഒരു 7 കൂടി വന്നാൽ ചിലപ്പോൾ ഒരു 100 110 ഇടയ്ക്ക് അത്രേ ഉള്ളൂ. ആ അല്ല, cemetery ഈ ഈ- കല്ലറ അല്ല, അല്ല. ഈ particular ല്. ഈ കല്ലറ ഒന്ന് വേറെ ഒന്ന് ഔദ്യോഗികമായിട്ട് ഒരെണ്ണം മാത്രം. അത് പള്ളി റെക്കോർഡ്സ് പ്രകാരം അതെ ഒരെണ്ണം പൊതുക്കല്ലറയാണ്, കുടുംബക്കല്ലറയല്ല, പൊതുക്കല്ലറയാണ്. കുടുംബക്കല്ലറ ഇല്ല ഇവിടെ. കുടുംബ കല്ലറകളുണ്ടോ? ഇല്ല പൊതുകല്ലറ പൊതുക്കല്ലറ മാത്രമേ ഉള്ളൂ, കുടുംബക്കല്ലറ ഇല്ല.